ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വട്ടയപ്പത്തിനുള്ള ഒരു പരിപാടിയാണ്. അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും ഇന്നിപ്പോൾ ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും കുക്ക് ചെയ്യണം എന്ന് വിചാരിക്കാം. ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. എന്തായാലും ഇപ്പോൾ അരി എടുക്കുകയാണ്. വെള്ള അരി, വെള്ള അരി എടുത്തു. ഈ പാത്രത്തിലിട്ട് 2-3 ടൈമിൽ വാഷ് ചെയ്ത് ഹാഫ് ആൻ അവറിൽ വച്ചതിന് ശേഷം മിക്സിയിലിട്ട് അരച്ച്, അത് ആദ്യം കുറച്ച് തേങ്ങയൊക്കെ ആയിട്ട് അരച്ച്, പിന്നെ അതിനുശേഷം തേങ്ങയും അരിയും തേങ്ങാപ്പാലുമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അടിച്ച്, അത് തേങ്ങാപ്പാൽ കിട്ടുന്ന ഈ കൊഴുപ്പ് കൂടിയതാണെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യാം. അടിച്ച് അതോടൊപ്പം കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അടിച്ച് ഒരു ഒരു 6 കുറച്ച് ഈസ്റ്റും ചേർത്ത് ഒരു 6 മണിക്കൂറോളം ഇത് പൊങ്ങാനായിട്ട്, അപ്പത്തിന് പൊടി പൊങ്ങാനായിട്ട്, പൊങ്ങി ഒന്നുമില്ലാണല്ലോ അപ്പം ഉണ്ടാക്കാനായിട്ട്, അത് ആ സ്മൂത്ത്നെസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വച്ചിട്ട് 6 മണിക്കൂർ 4 പൊങ്ങുന്നതിനനുസരിച്ച്, അതിപ്പോൾ സമയം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലത് 4 മണിക്കൂറിന് മുന്നേ പൊങ്ങും, ചിലപ്പോൾ 6 മണിക്കൂറാവും. അതാ പിന്നെ അന്തരീക്ഷ താപനിലയും അതിൻ്റെ ഒരു ഘടകമാണ്. ചൂട് കൂടിയ സമയമാണെങ്കിൽ പിടിയുന്നത് അതിൻ്റെ ഫങ്ഷൻ നടക്കും. ചൂട് ഇല്ല, തണുപ്പിൻ്റെ സമയമാണെങ്കിൽ ആ ഫങ്ഷൻ വളരെ സാവകാശമാണ്. ഈസ്റ്റും അതുപോലെ മറ്റ് അതിൻ്റെ ആ പ്രക്രിയകളൊക്കെ നടക്കുള്ളൂ. തേങ്ങയും അരിയും ഈസ്റ്റും അതുപോലെ ഷുഗറും ഇതൊക്കെ ഇട്ടിട്ട് ഉള്ള അതിൻ്റെ ഫങ്ഷൻ നടക്കുന്ന സമയം എടുക്കും. അതെടുത്തതിന് ശേഷം പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധാ അലുമിനിയ ഇത് അടിയിൽ ചകിരിയൊക്കെ വെച്ച്, പണ്ട് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളപ്പോൾ ചകിരി വയ്ക്കും. വലിയ പാത്രത്തിൽ ചകിരി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് അതിൻ്റെ മീതെ 1-2 കിണ്ണം സ്റ്റീലിൻ്റെ പാത്രം, ഭക്ഷണം ഈ ചോര കൊണ്ടുവന്ന പാത്രം നല്ല ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൽ കോരി ഒഴിച്ചിട്ടാണ് എൻ്റെ കൊച്ചെറുപ്പത്തിലേക്ക് വീട്ടിൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. വട്ടയപ്പവും അതുപോലെ കള്ളപ്പം, പിന്നെ അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി പലതും കൊച്ചെറുപ്പത്തിലേക്ക് ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന വട്ടയപ്പത്തിൻ്റെ ഒരു ഇതാണ്. അരി എടുത്ത് കുതിർത്തിയിട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ തേങ്ങ കൂട്ടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എൻ്റെ ആ ഒരു പാകം ഉണ്ടല്ലോ, ആ പാകത്തിനനുസരിച്ചുള്ള രീതിയിൽ വരാനായിട്ടുള്ള മെത്തേഡിൽ നമ്മൾ ചെയ്യും. അപ്പോൾ അരി നനച്ച് ഊറ്റിയെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് ശരിക്കും വാണ് പോകാനായിട്ട് നമ്മൾ മറ്റേ അരി ചോറ് ഊറ്റുന്ന അതിൽ ആ പാത്രത്തിൽ വെച്ചാൽ, ഹോളുള്ള പാത്രത്തിൽ വെച്ച് വെള്ളം ഇത് ഊറ്റിക്കളയാണെങ്കിൽ നന്നായിരിക്കും. അതിനുശേഷം ചെയ്യുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. വെള്ളം ഇതിൻ്റെ ഒരു മെയിൻ ഘടകമാണ്. അതിന് കറക്റ്റ് വെള്ളവും ഇതെല്ലാം ഈക്വലായിട്ട് വന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ അരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അരച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് ഇതാണ് നമ്മുടെ അപ്പമൊക്കെ അരച്ച് അപ്പം പുളിപ്പിച്ച് ഇത് ഈസ്റ്റും
തേങ്ങാപ്പാലും അരിയും അരച്ച് ഇതുപോലെ വീർത്ത് വന്നു. നമ്മൾ അത് ഉണ്ടാക്കി തുടങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇഡ്ഡലി പാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ഇഡ്ഡലി പാത്രമാണ്. അപ്പോൾ ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ സൈഡിൽ കുറച്ച് ഓയിലൊക്കെ ചെയ്ത് അതുപോലെ ഓയിൽ മീൻസ് ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ഗീ ആണ്, പശുവിൻ്റെ ഇതാണ്, ഗീ ആണ്. മറുനെയ്യ് എന്നൊക്കെ പറയും. അത് എത്രത്തോളം സത്യമാണെന്ന് വെച്ചാൽ അറിയില്ല. എന്തായാലും നോർത്തിൽ നിന്ന് വന്നതുകൊണ്ട് കുറച്ചൊക്കെ വിശ്വസിക്കാം. ഇന്ത്യൻ സാധനമാണ്, ബ്രിട്ടാനിയയുടെ കമ്പനിയുടെയാണ്. അപ്പോൾ ഇനി ഒന്ന് ഞാൻ സ്റ്റീൽ പാത്രമാണ്, ഒന്ന് ഇഡ്ഡലി പാത്രത്തിൻ്റെ തന്നെ ഒരു തട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പണ്ട് വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ഓർമ്മ പുതുക്കാൻ ഒരു സ്റ്റീൽ പാത്രം, ഞങ്ങളുടെ കഞ്ഞി കുടിക്കുന്ന പാത്രം, അത് തന്നെ എടുത്തു. അപ്പോൾ അതിലൊരു 4 കയ്യിൽ ഒഴിച്ചാൽ പരന്ന് കിട്ടും. അവനെടുത്ത് വെച്ചിട്ട് അവനെ അടിത്തട്ടിലേക്ക് എടുത്തു വയ്ക്കുക. ആവിയുണ്ട്. അതിൽ കുറച്ച് കശുവണ്ടിപ്പരിപ്പുകളിടുക. കുറച്ച് കശുവണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി കുറച്ച് മുന്തിരി കഴിയുമ്പോൾ ഒന്നുകൂടി കഴിക്കാനൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ, ഇടയ്ക്കിടയ്ക്ക് മുന്തിരിയും പിടിച്ച് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ ഒരു സ്റ്റെപ്പ് അത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ഇഡ്ഡലി പാത്രത്തിലാണ്. ഇഡ്ഡലിയുടെ തട്ടിൽ എടുക്കുക. അങ്ങനെ ഇവനെയും ഇതിൻ്റെ ടോപ്പിൽ വെച്ചു. എന്നിട്ട് കുറച്ച് ഇവനിലും ഒരു കശുവണ്ടി പരിപ്പൊടി ഇടാം. 1 ഇട്ടു, 2 ഇട്ടു, 3 ഇട്ടു, 4 ഇട്ടു, 5 ഇട്ടു, 6 ഇട്ടു, 6 പിന്നെ വേണമെങ്കിൽ ചെറിയ ആ ഒരു പീസ് മുന്തിരി കൂടി ഇട്ട് കഴിഞ്ഞാൽ അവനും ഒരു കണ്ണിന് സുഖമായി കഴിക്കാൻ ടേസ്റ്റിയായി. അവനും ചെയ്തു, അവനെയും ചെയ്തു, ഇവനെയും ചെയ്തു, സത്രയായി സംഭവം. ഇനി ചെയ്യേണ്ടത് സുൽത്താന മുന്തിരി, ഇത് അടച്ചു വയ്ക്കുക. പിന്നെ ഞാനിപ്പോൾ ഒരു പരിപാടി ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വച്ചിട്ട് ശരിക്കും കുറച്ച് ഒരു 3-4 തുള്ളി വെള്ളം ഇതിൻ്റെ മീതെ ഒഴിക്കും. ആ വെള്ളം ശരിക്കും പറ്റിയതിന് ശേഷം നോക്കിയാൽ മിക്കവാറും ഇത് അതിൻ്റെ പ്രോസസ്സ് കറക്റ്റായിരിക്കും. അപ്പോൾ ഞാനെപ്പോഴും ചെയ്യുന്നത് കുറച്ച് വെള്ളം ഇതിൻ്റെ മീതെ ഒഴിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ഇതിൻ്റെ വേവിനെ കുറിച്ച് അല്ല അതിൻ്റെ സംഭവങ്ങളെ കുറിച്ചൊന്നും നോക്കണമില്ല. വെള്ളം പറ്റിയാൽ സംഭവം ഓക്കെ. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ ആ രീതിയിലാണ് നമ്മളതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ എടുത്തു വെച്ചത് അപ്പം ഉണ്ടാക്കി. അപ്പോൾ ഇതുപോലെ ശരിക്കും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ജോൺ, തോമസ്, മാത്യു, ഇമാനോ എല്ലാവരും വന്ന് ഒരു പീസ് അപ്പം നോക്കി. എല്ലാവരും എങ്ങനെയുണ്ടെന്ന് നോക്കി. വാ എല്ലാവർക്കും. കുറച്ച് ഇമാനോ അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ഹാഫ് ആൻഡ് ഹാഫ് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനെയാ നല്ലതാണോ നോക്കൂ, കഴിച്ചു നോക്ക്.
അവരുടെ സൂപ്പർ, വെരി ഗുഡ്. നെക്സ്റ്റ് പേഴ്സൺ. ജോണേ, നല്ലതാണോ? സൂപ്പർ സൂപ്പർ. ജോഷുവ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. സൂപ്പർ ആണോ നോക്കിയേ? സൂപ്പർ. അവിടെ നോക്കടാ. സൂപ്പർ. മാത്യു ടേസ്റ്റ് ചെയ്ത് നോക്കൂ. സൂപ്പർ. ലാസ്റ്റ് വൺ. അപ്പഴോ മുത്തിനെ തലവേദന ഉണ്ടോ? ഓക്കെ. സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ അപ്പം അങ്ങനെ റെഡിയായി. അപ്പൊ ഞങ്ങള് അപ്പം ചുട്ടെടുത്തു. എന്തായാലും നല്ല ഇതായിട്ട് തോന്നുന്നു. അതെ, എല്ലാവരും പറയണത് നല്ലതാന്ന്. ഇനിയിപ്പോ എന്തായാലും അതെ, സോഫ്റ്റ്നെസ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് നല്ല ഇത് ഉണ്ടാവും. നല്ല പതുപതൂന്ന് പഞ്ഞി പോലെ ഇരിക്കണം. നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. മുന്തിരി അതുപോലെ കശുവണ്ടി പരിപ്പ് എല്ലാം പതുമണി കടിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുതൽ വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാണുക. കുറേ പാട്ടൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്തു. അത് എടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായില്ല. എനിവേ, എന്തായാലും കുറേ പാട്ടൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം നല്ല രീതിയിൽ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം പോസ്റ്റ് ചെയ്യുക. പോരായ്മകളെ നിങ്ങൾ എഴുതാൻ മടിക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ.